അങ്ങനെ ഞാനും കണ്ടോ ഫിൽറ്റർ ഉണ്ടാക്കി. ഇതിന് വേണ്ടി ഞാനൊരു മോട്ടർ മേടിച്ച് വെള്ളത്തിയിട്ട് ഇത് ചെയ്യുന്ന മോട്ടർ. അന്നേരം ഇത് സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാണ്ടുള്ളൂ ഇത്രയും കൂടെ മെറ്റിൽ ഇടാം. വിജയിക്കില്ലെന്ന് അറിയത്തില്ല. കഴുകി നമ്മൾ മാറും. ചെറിയ മെറ്റലത്. ഇതെല്ലാം മെറ്റലാണെങ്കിൽ കറക്റ്റ് ഫിൽട്രേഷൻ നടക്കുന്നത്. വലിയ മെറ്റലാകുമ്പം അത്രയും ഫിൽട്രേഷൻ നടക്കത്തില്ല. അവിടെ ഞങ്ങളുടെ ജോലിക്ക് കൂട് കെട്ടാൻ വേണ്ടി ഇറക്കിയിട്ടത്. ഇതിനും പണി കഴിഞ്ഞില്ല. ഇല്ല ഉണ്ട്, ഡമ്മി നിൽക്കുന്നുണ്ട്. ഡമ്മി പണ്ടൊക്കെ പിള്ളേർക്കൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് വെച്ച് പാലിനകത്തോ കണ്ടൊക്കെ അരച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് വെള്ളച്ചീര ഇരിക്കുന്നു. 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട് വെള്ളച്ചീര. നടുന്നേല ഒറ്റ വെട്ടറായി നട്ടുള്ളൂ. പിന്നെല്ലാം തന്നെ കിളിക്കുക. നെറ്റില് 3-4 വട്ടം കഴിയും കേട്ടോ. ഇപ്പൊ 3-4 വട്ടം കഴിയും. അടച്ചെടുക്കാം. നെറ്റില് എല്ലാം കഴുകി വരിയിട്ടുണ്ട്. തൊടി ഉണ്ടായിരുന്നു. ഈ തൊടിക്കകത്ത് നേരത്തെ മുഷിയെ വളർത്തിയായിരുന്നു. പിന്നെ അത് സിലോപ്പിയ വളർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ വളർത്താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫിൽറ്റർ സെറ്റ് ചെയ്യാനിരുന്ന സമയത്താണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ പിന്നെ പണി അങ്ങ് നിർത്തി വെച്ചായിരുന്നു. ഒരു ഏകദേശം 3 വർഷത്തോളമായി ഫിൽറ്ററിന് വേണ്ടി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫിൽറ്റർ ആക്കിയില്ലായിരുന്നു. അപ്പൊ ഫിൽറ്ററിന് വേണ്ടി ഇത് കണ്ടോ, ഇതിനകത്ത് ഞാനൊരു ബേസിൻ ഇതുപോലെ ഇഴുത്തേക്ക് ഇട്ട് വെച്ച് ഈ പൈപ്പ് ഇതിനകത്ത് ഇറക്കി വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കല്ല ഇതിനകത്ത് അടിഞ്ഞിട്ട് ഇതിലെ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഈ പൈപ്പ് കൊടുത്തേക്കുന്നത്. അഴുക്ക് ഇതിലങ്ങനെ ഇറങ്ങി പോയിക്കോളും. പിന്നെ അതിന് വേണ്ടി ഞാനൊരു മോട്ടർ മേടിച്ച് വെള്ളത്തിയിട്ട് ഇത് ചെയ്യുന്ന മോട്ടർ. അന്നേരം ഇത് സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കിഴുത്തിട്ട് വെച്ചിട്ട് ഈ പൈപ്പ് കണ്ടിനകത്തോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഈ കൊതുവല 4 സൈഡിലോട്ട് ഒന്ന് ഒതുക്കി അങ്ങോട്ട് വെക്കുക. എന്നുവെച്ചാൽ ഇതിനെ മണ്ടയ്ക്കോട്ട് അഴുക്ക് കയറി വരരുത്. അതിന് വേണ്ടി കൊതുവല വെച്ചു. എന്നിട്ട് ഈ സൈഡിൽ കണ്ട ചെറിയ മെറ്റല് ഞാൻ കഴുകി 2-4 വട്ടം കഴുകി. ഇത് സൈഡിൽ കൂടെ ഈ മെറ്റലേ പറ്റത്തുള്ളൂ. മറ്റേ വലിയ മെറ്റലാകുമ്പോൾ അത്ര ഇത് വരത്തില്ല. നമ്മൾ കണ്ട് മെറ്റലിന് കുറച്ചോടെ വേണം. ഇതിപ്പോൾ കുറച്ചേ ആയുള്ളൂ. ഇത്രയും കൂടെ മെറ്റൽ ഇടാം. വിജയിക്കില്ലെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടതാ. വിജയിക്കാതിരിക്കത്തില്ല. ഇത്രയും സെറ്റപ്പ് ആയതുകൊണ്ട് ഫിൽട്രേഷൻ നടക്കും. പിന്നെ എല്ലാവരും കരിയൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് ഞാൻ കരിയൊന്നും ഇട്ടില്ല, മെറ്റ് മാത്രമേ ഇട്ടുള്ളൂ. മുമ്പേ നമ്മളെടുത്ത അത്രയും മെറ്റിലും കൂടെ ഇട്ട് നോക്കാം. കുറച്ചുകൂടെ മെറ്റ് വേണം. അത് മെറ്റിൽ കുറവായിരുന്നു. മതി പിന്നെ ടി വി കാണുവാണോ? എന്നിട്ട് നമ്മൾ 2ാമത്തെ റൗണ്ടും കഴുകിയിട്ട് ഇതേമാതിരി ബാക്ക് വാഷ് ചെയ്യുമ്പോൾ വെള്ളം പോകും. മനസ്സിലായോ? ഇത് പോരാൻ പറ്റില്ല. ഇത്രയും മതി. ചോദിച്ച് നോക്കാം. ഇത് ഞാൻ യഥാർത്ഥത്തിൽ അക്വാപോണിക് ആക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ പൈപ്പൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇത് അക്വാപോണിക് ആണെങ്കിൽ ഒറ്റ ഒരെണ്ണത്തെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെപ്പറ്റി ഞാൻ ഐഡിയ നോക്കിയിട്ട് എനിക്ക് കൊണ്ട് പിടി കിട്ടുന്നില്ല. അക്വാപോണിക്കിൻ്റെ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. മീനൊക്കെ വളർത്തി അതിനകത്ത് കൃഷിയൊക്കെ ചെയ്യാവുന്ന രീതി ചെയ്യുന്നുണ്ട്. ഇതിപ്പം കളർ മീൻ വളർത്താനായതുകൊണ്ട് ഫിൽട്രേഷൻ മതി. ഇതും അക്വാപോണിക് ആക്കി എടുക്കാം.
ഇച്ചിരി പണിയാണ് അത്. ഇതാകുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതങ്ങ് ഫിൽട്രേഷൻ മതി. കളർ മീനെ വളർത്താനായതിൻ്റെ കുറച്ച് കാർപ്പിനെയും ഗോൾഡ് ഫിഷ് അങ്ങനെയൊക്കെയുള്ള വലിയ ഐറ്റം മീനെ ഇടാൻ വേണ്ടിയാണ്. അന്നേരം വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ലൈക്ക് അടിക്കുക വീഡിയോ കാണുന്നവർ. അന്നേരം അത് കഴിഞ്ഞ് കളർ മീനെ മേടിക്കുന്നതൊക്കെ വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് ഇതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം. ഇതിനകത്ത് എന്തെങ്കിലും മുളകോ എന്തെങ്കിലും നട്ടു നോക്കണം, ഇത് വളരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നട്ടു നോക്കുന്നുണ്ട് പരീക്ഷണാർത്ഥം. വളരുവാണെങ്കിൽ നല്ല കാര്യം. വെള്ളം നിറഞ്ഞ് മേളിൽ എത്താറായിട്ടുണ്ട്, എത്തിയില്ല. ഇതും മാത്രം എത്തുമെന്ന് നോക്കട്ടെ. ഇത് ഫുൾ വരെ നനഞ്ഞിട്ടൊന്ന് ബാക്ക് വാഷ് ചെയ്തുവിടാം. നിറഞ്ഞ് മേളിലെത്തിയില്ല. അവിടെ വരെ ആയിട്ടുണ്ട്. ആദ്യം 2-3 വട്ടം കഴിയതാണെങ്കിലും അഴുക്കൊക്കെ കാണും. അത് കുറച്ച് നേരം ഇത് ഫിൽട്രേഷൻ ഒക്കെ ചെയ്തതെല്ലാം റെഡിയാക്കിയിട്ട് ഈ വെള്ളം ടാങ്കിലെ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കും. അങ്ങനെ ഉണ്ട്, വെള്ളം നിറഞ്ഞ് മേളിലെത്തിയിട്ടുണ്ട്. എപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്താലും ശരി, ഫിൽറ്റർ ചെയ്ത് നിർത്തുന്നതിന് മുമ്പായിട്ട് ബാക്ക് വാഷ് ചെയ്യണം. ഇതൊന്ന് തുറന്ന് വിട്ടാൽ മതി, ബാക്ക് വാഷ് ആകും. അന്നേരം അതിനകത്ത് ഈ ടാങ്കിലെ മീനിൻ്റെ വേസ്റ്റൊക്കെ പിടിച്ചത് ഇതിൻ്റെ അടിയിൽ കാണും. അന്നേരം കൈയോടെ ബാക്ക് വാഷ് ചെയ്യാമെങ്കിൽ അത് ഉറഞ്ഞു പിടിക്കത്തില്ല, അടിഞ്ഞു പിടിക്കത്തില്ല. ബാക്ക് വാഷ് ചെയ്യാൻ സിസ്റ്റം കൊടുത്തേക്കുന്നത് ഇങ്ങനെ. ഇവിടെ ഇനി അടപ്പ് വെച്ചെല്ലാം സെറ്റപ്പ് ആക്കും. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്ത് വെച്ചേക്കുക. ഉണ്ടോ അങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്നു. ഇത് നെറ്റിൻ്റെ അഴുക്ക് വരുന്നുണ്ട്. ഇതിനെ അടച്ചിട്ട് ഫിൽട്രേഷന് വേണ്ടി അങ്ങോട്ട് വെള്ളം വരുന്നതിന് കാണിച്ചു തരാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് കണ്ടം വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ വെള്ളം വീഴുന്ന കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതിപ്പം കുറച്ച് വട്ടം ഇങ്ങനെ ഫിൽട്രേഷൻ നടത്തി വെള്ളം എല്ലാം പിന്നെ ടാങ്കിലെല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറച്ചിട്ടേ പിന്നെ മീൻ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ മേടിച്ചിട്ടുള്ള മീനൊക്കെ മേടിക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ മീൻ മേടിക്കുന്നതും. തൽക്കാലം ഇപ്പോൾ കുറച്ച് മീനേ മേടിക്കത്തുള്ളൂ. മേടിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ വെള്ളം നിറഞ്ഞാണ്ട് മേളിൽ എത്തിയിട്ടുണ്ട്. ഓവൻ്റെ അടുത്ത് കാണിച്ചു അകത്തുറക്കെ വന്നത് വെള്ളം നിറഞ്ഞ് ഇവിടെ ഇനി പൈപ്പ് വെക്കാനാ പരിപാടി. പൈപ്പ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെ കറക്റ്റ് ടാങ്കിലോട്ട് വീഴുവാണെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ഫിൽട്രേഷൻ്റെ വർക്ക്. ആ പൈപ്പ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം വരും. പിന്നെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വെക്കണം, വെക്കുന്ന നല്ലത്. അല്ലെങ്കിൽ പലകയിലൊക്കെ വെള്ളം വീണ് പെട്ടെന്ന് പലക കീടാവും. കുഴപ്പമില്ല. ആദ്യത്തെ നെറ്റിലിൻ്റെ ഒക്കെ അഴുക്കുള്ള അതാണ് ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം വരും. അതെന്തെങ്കിലും നടാൻ പറ്റുമെന്ന് നമുക്ക് ഇത്രയും വെള്ളം നിൽക്കുന്നു. നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അളിഞ്ഞു. എന്നാലും നട്ട് നോക്കാം, എന്തെങ്കിലും കിളിക്കോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. കിളിക്കുമായിരിക്കും, നോക്കാം. നമ്മളിത് കണ്ടിന്യൂ ഉപയോഗിക്കത്തില്ലല്ലോ. ഇത് ഡെയിലി ഒരു 2-3 വട്ടം ഒന്ന് ഓണാക്കി കൊടുത്ത് ഇതുപോലെ വെള്ളം ഫിൽറ്റർ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കാതല്ല. നട്ടാൽ കിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ മേളിൽ കൂടെ വെള്ളം പോകാൻ്റെ പേര്. എന്നിട്ട് ഇതിന് ഇപ്പോൾ എല്ലാം ടെസ്റ്റിങ് കഴിഞ്ഞ് കുഴപ്പമില്ല, വിജയിച്ചു. ഇനി ഫ്ലോ ചുരുങ്ങിയുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നാണ്ട് ഇതിലെ പൈപ്പ് ഇത് എത്ര ഇഞ്ചാണെന്നും പറഞ്ഞു തരാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതെല്ലാം 2 പൈപ്പ്, ഇതിലൊരു 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ്, പിന്നെ ഇതിനകത്ത് ഒരു വേസം വെച്ചിട്ടുണ്ട്, ഹോളിട്ട്. അതിൻ്റെ വണ്ടയ്ക്ക് കൊതുവല, അതിൻ്റെ വണ്ടയ്ക്ക് ഞാൻ മെറ്റിലും ഇട്ടേക്കുന്നു. പിന്നെ ആണ്ട് ഇതിലൊരു മോട്ടർ മേടിച്ചു. ഇതൊരു 400-450-500 രൂപ, പല റേറ്റിലെ വില ഉണ്ട്, പല കമ്പനിയുടെ പല റേറ്റാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു കടയിലെ വീഡിയോ ചെയ്തായിരുന്നു, ഒരു കളർ മീനിൻ്റെ പെറ്റ്സ് കടയുടെ. അവർ വിൽക്കുന്ന വിലക്കല്ല തന്നത്, എനിക്ക് വില കുറച്ച് തന്നത്. ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം അവിടെ നല്ല സെയിലുണ്ടായിരുന്നു, അതിൻ്റെ പേര് അവരെനിക്ക് വില കുറച്ച മോട്ടർ തന്നത്. അതേ കവറെ കിടക്കുന്ന വില കണ്ട് 800 ചിലവൻ്റെ. ഇത്രയും സാധനങ്ങൾ, പിന്നെ വയർ, പിന്നെ അതിന് വേണ്ടി 2 പിൻ സോക്കറ്റ് മേടിച്ച്, മെയിലും ഫീമെയിലും മേടിച്ച്. ഇത്രയും എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. എല്ലാം കൂടെ കൂടി ഇതൊക്കെ ഇവിടെ കിടന്ന സാധനങ്ങൾ. ഇവിടെ പെയിന്റ് അടിച്ച ഡബ്ബ, ഇവിടെ പ്ലംബിങ്ങിന് മേടിച്ച പൈപ്പ്,
മേടിച്ചെന്ന് പറയാൻ ഇത് മാത്രമേ മേടിച്ചുള്ളൂ. ഇത് മേടിച്ച് 2 പെൻ സ്വിച്ച് മേടിച്ച് പിന്നെ MCL മേടിച്ച് എല്ലാം കൂടെ ഒരു 600-700 രൂപയ്ക്കകത്ത് ഇത്രയും കാര്യം നടന്നു. മെറ്റിൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ ജോലിക്ക് പട്ടിക്കൂട പണിയാൻ വേണ്ടി മേടിച്ച മെറ്റിൽ ഇവിടെ കിടമ്പുണ്ട്. ആ മെറ്റിൽ ഇതിനകത്തെടുത്തിട്ട് നമ്മുടെ ജഗദീഷ് വന്നെല്ലാം ചെയ്തു തന്നെ. പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് അതിന്റെ കാര്യം ഓർത്തുണ്ടാവും. സെറ്റപ്പായിട്ടൊക്കെ ആണ്. പ്ലംബിങ്ങിന്റെ സാധനമൊക്കെ അവരയിലുള്ളതുകൊണ്ട് ഓരോ ടൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ സെറ്റപ്പായിട്ട് വന്ന് ചെയ്ത് അതിന്റെ പൈപ്പൊക്കെ വളച്ച് ഇതിനകത്തോട്ടാക്കി തന്ന്. പിന്നെ അതിൻ്റെ ഇവിടെ വെള്ളം പോകുന്നത് ഇവിടെ പൈപ്പ് ഇട്ട് MCLൊക്കെ ഒട്ടിച്ച് തന്ന് സെറ്റപ്പ് ആയത് ഇപ്പോഴാണ് കറക്റ്റ്. പിന്നെ രതീഷിന് ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് രതീഷ് വന്നെല്ലാം ചെയ്തു തന്നു. പിന്നെ ഔട്ട്ലൈനാണ്ട് ഇവിടെ ഈ കപ്പ് ഇട്ട് ഇത് നമുക്ക് ഊരാവുന്ന ടൈപ്പാണ്. ഊരി ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടി അവിടെ കപ്പിട്ടാണ്. അതിപ്പം നല്ല സെറ്റപ്പായിട്ട് രതീഷ് ചെയ്തു തന്നിട്ടുണ്ട്. പ്ലംബിങ്ങിൻ്റെ വയറൊക്കെ വെച്ച് ഇപ്പൊ കാണാനും ഒരു ലുക്കുണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് വെള്ളം നിറച്ച് ഈ വെള്ളം കുറെ നേരം ഫിൽറ്ററൊക്കെ ചെയ്ത് പിന്നെ പുതിയ വെള്ളം നിറച്ച് എല്ലാം പിന്നെ നാളെ മീനൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം. 2 തൊടിയാണ് വെച്ചേക്കുന്നുണ്ടോ. ഒരുപാട് ആളുണ്ട് ഉള്ളത് ഇവിടെ. 2 തൊടി അത് സിലോപ്പി വളർത്തിയിട്ടുണ്ട്, മുഷിയെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് മോട്ടർ ഓണാക്കി വെള്ളം നിറഞ്ഞ് വീഴുന്നതും കൂടെ കാണിച്ചു തരാം. അതിൽ ഈ MCL ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് MCL നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മോട്ടർ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഫിൽട്രേഷൻ നടത്തിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് പിന്നെയും ഫിൽട്രേഷൻ നടത്തിയിട്ട് നമ്മൾ മീനെ എടുത്തോളൂ. വെള്ളം നിറഞ്ഞു കേട്ടോ. വെള്ളം അതിൽ നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ് ഇപ്പൊ പ്ലംബിങ്ങിന്റെ ഒക്കെ പൊടിയടപ്പുണ്ട്. എന്തോടിയാ മേല് നെല്ലിക്കായ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പൈപ്പിന്റെ എല്ലാം ഒരു ഇനി വന്നിട്ട് വെള്ളം കറക്റ്റായിട്ട് വീഴും. എന്തുവാ എടുത്തോ. വെള്ളം വീഴാൻ തുടങ്ങി കണ്ടോ. ഇതാണ് ഫിൽട്രേഷന്റെ വർക്കിങ്. നല്ല സെറ്റപ്പായി. അങ്ങനെ ഫിൽറ്റർ റെഡി. ഇനി 2-3 വട്ടം വെള്ളമൊക്കെ ഒഴിച്ച് ഫിൽട്രേഷൻ ചെയ്തിട്ട് വെള്ളം കളഞ്ഞേച്ച് പുതിയ വെള്ളം നിറച്ച് പിന്നെ 2-3 വട്ടം ഫിൽട്രേഷൻ ചെയ്ത് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ നമ്മൾ മീനെ മേടിച്ചെടുക്കും. പൈപ്പിന്റെ ലെവൽ വരെ വെള്ളം നിറയും. കണ്ടോ. അടിപൊളിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ഇപ്പൊ കാണാനും ലുക്കുണ്ട്. എല്ലാം രതീഷ് വന്നുകൊണ്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് അവൻ ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. വലിയൊരു ഇതായിപ്പോ നേരെ ഓർത്തുമില്ല വീഡിയോ എടുക്കുന്ന കാര്യം. ഓണാക്കും വീഴുന്നവരോ. അങ്ങനെ ബാക്ക് വാഷിന് വേണ്ടി നമ്മളിങ്ങനെ കപ്പിട്ട് ഇത് പശ വെച്ചൊന്നും ഒട്ടിച്ചില്ല. ഒട്ടിക്ക് കഴിഞ്ഞാൽ ബാക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ആയിട്ട് ഊരിക്കഴിഞ്ഞാൽ ബാക്ക് വാഷായി. കണ്ടോ. ബാക്ക് വാഷ് കഴിഞ്ഞു. ഇത്രേ ഉള്ളു കാര്യം. എന്നുവെച്ചാൽ നമ്മള് ഡെയിലി എപ്പോഴും ഇത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ് നിർത്തുന്ന നേരത്ത് ബാക്ക് വാഷ് ചെയ്തിട്ട് നിർത്തിയിടുന്നതായിരിക്കും നല്ലത്. അന്നേരം അന്നേരം കൈയോടെ അഴുക്കങ്ങ് പോകും. ഇതിനകത്ത് കൂടുതൽ അഴുക്ക് നടയത്തുമില്ല. നല്ല രീതി ഇതും നടക്കും, ഫിൽറ്ററിങ്ങും നടക്കും. അങ്ങനെ ഞാനും കണ്ടോ ഫിൽറ്റർ ഉണ്ടാക്കി. ഇനി ഇതിന്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇനി വരും വീഡിയോകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ കാണാൻ തന്നെ നല്ല ഒരു രസമുണ്ട്. രതീഷിന്റെ പ്ലംബിങ്ങും അന്നേരം വീഡിയോ എടുക്കാൻ പറ്റാത്ത വലിയൊരു വിഷമമായിരുന്നു. അന്നേരം ഓർത്തില്ല വീഡിയോ എടുക്കുന്നത്. രതീഷ് ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് വന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന് ഇതെല്ലാം ചെയ്തു തന്നു. ചെയ്ത് കാര്യത്തിനും വിളിച്ചാൽ ഓടി വരുന്ന നമ്മുടെ രതീഷ്. അങ്ങനെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പലവട്ടം പറഞ്ഞ് നിങ്ങളുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോ വീഡിയോയുടെയും വിജയം. ഓക്കെ, താങ്ക് യു.